വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി റെസിപ്പിയും അതേപോലെ തന്നെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് തൊട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ഫുഡ് കഴിച്ച് വന്നിട്ട് എനിക്ക് എന്തായാലും ഒരു സ്വീറ്റ് ക്രേവിങ്സ് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതായത് ചോക്ലേറ്റ് കഴിക്കുന്നതിന് പകരം എപ്പോഴും ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ ഞാൻ ഡേറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും പപ്പായ ഉണ്ടായതുകൊണ്ട് പപ്പായ കുറച്ച് കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതൽ ഫുഡൊക്കെ കഴിക്കാറ്. ആ ഗ്ലാസ് ഡോറിന് അപ്പുറത്ത് നമുക്ക് കുറച്ച് ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ചൂടായതിനെ കൊണ്ട് ചെടികളൊന്നും വെക്കാൻ പറ്റുന്നില്ല. ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് ചെടികളൊക്കെ വെക്കണം എന്നാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വീഡിയോ കാണാം കേട്ടോ. നേന്ത്രപ്പഴം ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അവർ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം. അതിനായിട്ട് 2 മീഡിയം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കിൻ പീൽ ചെയ്തിട്ട് അത് 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട, കാരണം നമ്മൾ ഈ ബനാന റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചെടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ ഗീ ആഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മിൽമേൻ്റെ ഗീ ആണ്. നിങ്ങൾക്ക് ഏത് ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബനാന നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഇത്രയേ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഒരുപാട് കരിയിച്ച് കളയണ്ട. ഈ ഒരു പരുവാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ബനാന ഒരു സൈഡിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ച് ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഗീ കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് ബനാനയായിട്ട് നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ കുട്ടികൾ എഗ്ഗ് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ മതി. ബനാനയും കിട്ടും എഗ്ഗും കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എഗ്ഗും ബനാനയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടാന്നുള്ളവരാണെങ്കിൽ ആ ബനാനയുടെ മധുരം തന്നെ മതി. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 2-3 ടീസ്പൂൺ തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂട്ടോടെ തന്നെ സെർവ് ചെയ്യുക. ഇതുവരെ ബനാന ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുക്കാനും അതേപോലെ തന്നെ ഈവനിങ്ങിൽ സ്നാക്കായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഞാൻ അതിന് പോകാനായിട്ടുള്ള റെഡിയാവലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പണിയായുധങ്ങൾ. അപ്പോൾ ചെറുതായിട്ട് ഒരു കുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് റെഡിയാവാം. ഇത് വന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ നെക്ക് ചെയിനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. എന്തായാലും ഒന്ന് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അപ്പം നമ്മൾ ഇന്ന് പോണത് റിഫിലുള്ള ലുലുവിലാണ്. നമ്മളുടെ കുറച്ചടുത്താണ് കേട്ടോ ലുലു.
എനിക്ക് ആദ്യം നാട്ടിലുള്ളപ്പോഴൊക്കെ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ആ പേടി അങ്ങ് മാറിക്കിട്ടിയത്. അങ്ങനെ നമ്മൾ പേരിനൊരു ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ഒരു സെക്ഷനാണ് കേട്ടോ, ബേബി സെക്ഷനിലാണ് നമ്മൾ മെയിനായിട്ട് പർച്ചേസിങ്ങിന് വന്നത്. അപ്പം നമ്മൾ എന്താണ് നോക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ട് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഇച്ചിരി മടിയാണ്. അപ്പം ഞാൻ ആരും കാണാതെ കുറച്ച് എടുത്ത ക്ലിപ്പുകളൊക്കെ ആണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് കുട്ടിയുടുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ ബില്ല് ചെയ്തു. നമ്മൾ പുറത്തോട്ടേക്ക് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നും ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം ഞാൻ ഫോൺ എടുക്കുമ്പോൾ കുറേ ആൾക്കാർ എന്നെ നോക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ്സ് എടുത്ത സന്തോഷത്തിൽ കുണുങ്ങി ബില്ലടിക്കാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബില്ലടിച്ച് പുറത്തോട്ടേക്ക് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.